അപരൻ്റെ പ്രിയമാണ് എൻ്റെ പ്രിയമെന്ന് കരുതിയ, വ്യത്യാസങ്ങളും വൈജാത്യങ്ങളുമാണ് നാടിൻ്റെ സൗന്ദര്യമെന്ന് കരുതിയ, ഒരു മതവും ഒരു ജാതിയും ഇല്ലാതെ നരൻ എന്ന് പറയുന്ന മനുഷ്യനെ മാത്രം കുറിച്ച് ചിന്തിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ ധർമ്മ പരിപാലന സംഘത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ടാണ് ഇന്ന് റാഹീസ് റഷീദ് എന്ന ഒരു ചെറുപ്പക്കാരനെ താങ്കൾ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചത്. പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകനെയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെയും അർബൻ നക്സൽ എന്നും രാജ്യദ്രോഹി എന്നും അയാൾ രാജ്യധ്വംസനം നടത്തുന്നയാളാണെന്നും അയാൾ തീവ്രവാദിയാണെന്നും പറയുന്ന യുക്തി കേരളത്തിന് നന്നായി മനസ്സിലാകും. പക്ഷേ അങ്ങേക്ക് തെറ്റുപറ്റിപ്പോയി. ഇത് ഉത്തരേന്ത്യയല്ല, ഇത് കേരളമാണ്. ഇവിടെ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. താങ്കളുടെ ഈ ചാപ്പകുത്തൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു അംഗീകാരമാണ്. താങ്കൾ തട്ടിമാറ്റുമ്പോൾ ഞങ്ങൾ ഉയർത്തപ്പെടുകയാണ് എന്നത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. താങ്കളുടെ നാവിൽ നിന്ന് വന്ന ആദ്യത്തെ വിഷമമിപ്പിക്കുന്ന വാക്കുകൾ കേട്ടത് മലപ്പുറമാണെങ്കിൽ, അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ വാർത്തയായിട്ടുണ്ടെങ്കിൽ ഇനിയും ആ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ, താങ്കളുടെ വ്യക്തിപരമായ ഒരു വിയോജിപ്പുമില്ല. പക്ഷേ താങ്കളുടെ യുക്തി ഇപ്പോൾ എന്തുകൊണ്ടോ തീവ്ര വലതുപക്ഷത്തിൻ്റെ യുക്തിയായി മാറുന്നു. അത് അങ്ങ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ആ സംഘടനയിൽപ്പെട്ടവരാണ് തീരുമാനിക്കേണ്ടത്. ഇനിയും വെള്ളാപ്പള്ളി നടേശനെ നിലവിട്ട് ഇത്തരം പ്രതികരണങ്ങൾ നടത്താൻ അനുവദിക്കണമോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട റഹീസ് ഈരാറ്റുപേട്ടയിൽ ജനിച്ച് MSF-ൽ അന്ന് പ്രവർത്തിച്ച് വളരെ മാന്യമായി വളരെ വൃത്തിയായും വെടുപ്പോടും മാധ്യമപ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ട റഹീസ്, താങ്കൾ ഇതൊരു അംഗീകാരമായിട്ടെടുക്കുക. വെള്ളാപ്പള്ളി തീവ്രവാദി എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അതിൽ ഒരു മതേതരത്വത്തിൻ്റെ മനസ്സുള്ള മനുഷ്യനുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. വെള്ളാപ്പള്ളി നടേശൻ അനുകൂലിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഭയക്കേണ്ടത് എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് ഉപയോഗിച്ച വാക്ക് അത്യന്തം അപകടകരമായ വാക്കാണ്. ആ വാക്കിൻ്റെ യുക്തി അർബൻ നക്സലിലുണ്ട്. ആ വാക്കിൻ്റെ യുക്തി രാജ്യദ്രോഹി എന്ന മുദ്ര കുത്തുന്ന ചാപ്പ കുത്തുന്ന യുക്തിയിലുണ്ട് എന്നത് മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. കഷ്ടമാണ് എന്നൊരിക്കൽ കൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് റാഹീസ് റഷീദിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് കടക്കുകയാണ്.